മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു ഡൽഹി യാത്രയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ പ്രധാനമന്ത്രിയുടെ ഒരു നല്ല ഇഷ്ടവിഷയം, അദ്ദേഹം ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൽ വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു. പല പല പ്രഭാഷണങ്ങളിലും നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. യോഗ ഇന്റർനാഷണൽ യോഗ ഡേ ആക്കി ജൂൺ 21 UNOനെ കൊണ്ട് ഡിക്ലെയർ ചെയ്യിപ്പിച്ചു. ലോകമെമ്പാടും അത് അംഗീകരിപ്പിച്ചു. ഭാരതത്തിന് സമുജ്വലമായിട്ടുള്ള ഒരു ഭാഗം അഭിനയിക്കാനുണ്ട് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിന്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഒരു പ്രത്യേക പ്രോജക്റ്റ് ഏറ്റെടുക്കുകയുണ്ടായി. ആ പ്രത്യേക പ്രോജക്റ്റ് വളരെ രസകരമായിട്ടുള്ളതാണ്. ഭാരതമെമ്പാടുമുള്ള പൈതൃക അറിവുകൾ അത് പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും താത്വിക തലത്തിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും ആ അറിവുകൾ പഠിച്ച് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ നവീകരിച്ച് അത് പ്രചരിപ്പിച്ച് അത് വ്യാവസായികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അപ്രകാരം ഉപയോഗിച്ച് ഇന്ന് നിലനിൽക്കുന്ന പൈതൃകമായിട്ടുള്ളതെല്ലാത്തിനെയും കുറെ കൂടി നവീകരിച്ച് ഒരു ചെറിയ ഗ്രാമത്തിലോ പട്ടണത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനെ ലോകം മുഴുവനും എത്തിക്കാനായിട്ടുള്ള ശ്രമം നടത്തി അതിനെ തികച്ചും ലോകത്തിന് പരിചയപ്പെടുത്തുക. പുരാതന ഭാരതം എന്തായിരുന്നു എന്നുള്ളത്, ഇന്ന് ആ അറിവുകൾ കൊണ്ട് എന്തെല്ലാം പ്രയോജനമുണ്ട് എന്നുള്ളത് സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിച്ച് വിവരിച്ച് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് അത് ജനങ്ങളിൽ എത്തിക്കാനുള്ള, അതിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള വരവ് ലഭിക്കാനുള്ള, അത് ലോകമെമ്പാടും എത്തിക്കാനുള്ള ഒരു മഹായജ്ഞത്തിന്റെ പ്രോജക്റ്റാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊടുത്ത ഈ കഴിഞ്ഞ 3 മിനിഞ്ഞാന്ന് അതിഗംഭീരമായിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു ഡൽഹിയിൽ. അതിൽ പങ്കെടുക്കാനുള്ള യാത്രയായിരുന്നു. പഴയ തലമുറയിൽപ്പെട്ട ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും ചർച്ച വളരെ കാര്യമായിട്ട് മുമ്പോട്ട് പോയത് നമുക്ക് കുറെ കൂടി ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു രീതിയിലൂടെയായിരുന്നു. അന്ന് ഒരു 1.5-2 മണിക്കൂർ ചർച്ചയിൽ ധാരാളം വ്യക്തികൾക്ക് അവിടെ എന്താ നടന്നതെന്ന് അറിയാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വിവരണം നൽകുന്നത്. ധാരാളം പേര് ചോദിച്ചിരുന്നു, ശരിക്കും ആ പ്രോജക്റ്റ് എന്താണ്, എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതെല്ലാം വളരെ ഭംഗിയായിട്ട് രാവിലെയും വൈകുന്നേരവും നടന്ന ചർച്ചയിൽ അറിയിക്കുകയുണ്ടായി. നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ നല്ല രീതിയിൽ സെക്രട്ടറിക്ക്, IISER സെക്രട്ടറി ശാസ്ത്രജ്ഞനും കൂടിയാണ്, DST സെക്രട്ടറിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. നമ്മുടെ പുസ്തകങ്ങളെല്ലാം അദ്ദേഹം മറിച്ചു നോക്കുകയുണ്ടായി. വളരെ വ്യക്തമായിട്ടുള്ള അദ്ദേഹത്തിന് ഐഡിയ കൊടുത്തത് തികച്ചും നൂതനമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഭാരതീയ സംസ്കാരത്തില് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എന്തെല്ലാം ഉണ്ട്, അതിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം, അതിനെങ്ങനെ നവീകരിച്ച് 21ാം നൂറ്റാണ്ടിൽ പ്രയോഗിക്കാമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ തന്നെ വേർഡ് ബൈ വേർഡ് പദാനുപദ വിവർത്തനമായിരുന്നു പ്രോജക്റ്റിൽ ലക്ഷ്യമിട്ടിരുന്നത്. ഏതായാലും ആ വിഷയത്തിൽ വളരെയധികം അറിവുള്ളവരെ ചർച്ചയിലുണ്ടായിരുന്നില്ല. നല്ല പ്രൊഫസർമാരും IITയിൽ നിന്ന് വന്നവരും എല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും ഇങ്ങനൊരു വിഷയത്തിൽ വലിയ അവഗാഹമായ ജ്ഞാനമുള്ളവരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ സാധിച്ചു. വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ, ഭാരതത്തിലുള്ള 300ഓളം യൂണിവേഴ്സിറ്റികളിലെ നല്ല പ്രൊഫസർമാര്, ഈ വിഷയങ്ങളിൽ താല്പര്യമുള്ള പ്രൊഫസർമാര്, ഭാരതത്തിലെമ്പാടും പൈതൃക സാധനങ്ങൾ സൂക്ഷിക്കുന്നവര്, ഉണ്ടാക്കുന്നവര്, അത് വിൽക്കുന്നവര്,
അത് സ്മോൾ സ്കെയിലിലായാലും ലാർജ് സ്കെയിലിലായാലും ഉണ്ടാക്കി വിൽക്കുന്നവര് അവരെല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി തലത്തിൽ റിസർച്ച് നടത്താൻ താല്പര്യമുള്ളവർക്ക് 3 മാസത്തെയോ 6 മാസത്തെയോ 1 വർഷത്തെയോ 2 വർഷത്തെയോ പ്രോജക്റ്റ് ഫിനാൻസിങ് കൊടുത്ത് അവരുടെ പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് എങ്ങനെ വർക്ക് നടക്കുന്നു എന്ന് നോക്കിയിട്ട് ഭാരതമെമ്പാടും എങ്ങനെയാണ് നമ്മളുടെ പാസ്റ്റിനെ ഭൂതകാലത്തെ പ്രസന്റുമായിട്ട് ബന്ധപ്പെടുത്തുക, അതുപോലെ തന്നെ വർത്തമാനകാലത്തെ ഭാവിയുമായിട്ട് ബന്ധപ്പെടുത്തുക. അത് എക്കണോമിക്കലി വേണം, ഇന്റലക്ച്വലി വേണം, സോഷ്യലി വേണം, സ്പിരിച്വലി വേണം, ടെക്നോളജിക്കലി വേണം, അക്കാഡമിക്കലി വേണം. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു. ഏതായാലും അവിടെ കൂടിയിരുന്നവർക്ക് ഇങ്ങനെ ഒരു ഐഡിയ അല്പം പോലും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ മുഴുവനും അറിയിച്ചപ്പോൾ അത് വളരെ അഭിമാനത്തോടുകൂടി അതിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ, പഴയ തലത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് അത് കാര്യമായിട്ട് ദഹിച്ചില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ നമുക്ക് വളരെയധികം വിജയിക്കാൻ സാധിച്ചു. വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഇനി അവരോട് നമ്മൾ ഓഫർ ചെയ്തത് കഴിഞ്ഞ 10,000 വർഷത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് അങ്ങോട്ട് ഓഫർ ചെയ്തത് കഴിഞ്ഞ 10,000 വർഷത്തെ പൈതൃകം അടുത്ത 100 വർഷത്തേക്ക് കൂടി ഉപയോഗിക്കാൻ പാകത്തിന്, 100 വർഷത്തേക്ക് കൂടിയല്ല 100 വർഷമെങ്കിലും ഉപയോഗിക്കാൻ പാകത്തിന് ഒരു സംവിധാനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ആവിഷ്കരിക്കുകയാണ്. അത് ആർക്കും ഒന്നും പെട്ടെന്ന് മനസ്സിലായില്ല, എങ്കിലും നമ്മൾ വളരെ ഭംഗിയായിട്ട് പറയുകയുണ്ടായി. www.heritageproducts.in heritageproducts.in എന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അത് ഞാൻ തന്നെ അവതരിപ്പിച്ചു. 100 ദിവസത്തിനകം അത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അത് ലോകത്തിന് ഭാരതത്തിന്റെ സംഭാവനയായിരിക്കും എന്നുള്ളത് ഉറപ്പ് പറയുന്നു എന്നും അറിയിച്ചുകൊണ്ട് heritageproducts.in എന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതിൽ ഭാരതമെമ്പാടുമുള്ള പ്രത്യേക തരത്തിലുള്ള പൈതൃകത്തിന്റെ ഓരോ പ്രോഡക്റ്റുകൾ, അതിപ്പോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആകാം, അഗ്രികൾച്ചറൽ ടെക്നോളജി ആകാം, ആയുർവേദയാകാം, അനിമൽ പ്രോഡക്ട്സ് ആവാം, നാച്ചുറൽ പ്രോഡക്ട്സ് ആവാം, ബ്രാസ് ഓറിയന്റഡ് ആവാം, അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയിൽ ക്ഷേത്രവാദ്യങ്ങള്, ക്ഷേത്രകലകള്, നമ്മുടെ ഉജ്ജ്വലങ്ങളായിട്ടുള്ള ലിറ്ററേച്ചർ, അവയെല്ലാം തന്നെ ആൽഫബറ്റിക് ഓർഡറിൽ എ എന്നുള്ളത് വരുമ്പോൾ ആയുർവേദ, അനിമൽ പ്രോഡക്റ്റ്, ആർട്സ്. ബി എന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാംബു പ്രോഡക്ട്സ്, ഞാൻ ഉദാഹരണമായിട്ട് പറയാണ്. സി എന്ന് പറയുമ്പോഴത്തേക്കും കെമിക്കൽസ്, കളറൻസ്, ഡൈസ്, അതെല്ലാം സിയില്. അങ്ങനെ ഓരോന്നും ഡി എന്നുള്ളതിൽ ഡ്രംസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഇങ്ങനെയുള്ള ആൽഫബറ്റിക് ഓർഡറിൽ ഒരു ഒരു ഭാരതത്തിന്റെ പ്രോഡക്റ്റുകൾ ലോകത്തിൽ എത്തിക്കാൻ പാകത്തിന് അതെവിടെയോ ഉണ്ട്. ഇപ്പോ എ വരികയാണെങ്കിൽ ഭാരതത്തിലുള്ള ആയുർവേദ കോളേജിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ കോട്ടക്കൽ ആര്യവൈദ്യ ഫാർമസി, വൈദ്യരത്നം ആയുർവേദ ഫാർമസി, കോയമ്പത്തൂർ ആര്യവൈദ്യശാല, ആര്യവൈദ്യ ഫാർമസി, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ടത്, വളരെ ടൈനി ലെവലിലുള്ളതല്ല, എന്നാലും ലോക ജനതയ്ക്ക് ഇത് എത്തിക്കാൻ പാകത്തിന് ഉള്ള ഉജ്ജ്വലമായിട്ടുള്ള ഒരു അറിവ് അടുത്ത 100 വർഷം കൊണ്ട്, അത് 100 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാനല്ല, 100 വർഷമെങ്കിലും ഉപയോഗിക്കാൻ, അതിനുശേഷം ഇത് വീണ്ടും വീണ്ടും റിഫൈൻ ചെയ്ത് 1000 വർഷം ഉപയോഗിക്കാൻ പാകത്തിനുള്ള അടിത്തറ നമ്മൾ ഉണ്ടാക്കും എന്നവർക്ക് വാക്ക് കൊടുക്കുകയും ഇവിടെ ഉണ്ടാക്കുന്ന പൈതൃകത്തിന്റെ എല്ലാ സാധനങ്ങളും നവീകരിച്ച് അതിനെ ലോകമെമ്പാടും എത്തിക്കാനുള്ള എക്സ്പോർട്ടിംഗ്, അതിൽ പൂർണ്ണ ഉത്തരവാദിത്വം എറണാകുളത്തെ ശ്രീ NN മേനോൻ സാറിന്റെ ട്രേഡ് ട്രാക്ക് അഡ്വൈസ് കൊടുത്തോളാന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനുള്ള എല്ലാം, അതേപോലെ തന്നെ ടേൺ കീ ബേസിസിൽ ഇത് ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യാനുള്ള ഇൻഡസ്ട്രീസിനെ നമ്മൾ ബന്ധപ്പെട്ടു. ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യവും നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി കോർഡിനേറ്റർ പ്രവീണിനെ ഏൽപ്പിക്കുകയുണ്ടായി. കുറെ അധികം ഭംഗിയായിട്ടൊരു വെബ്സൈറ്റ്. ഇടത് സൈഡില് ശ്രീ നരേന്ദ്രമോദി,
അദ്ദേഹം ഇന്നത്തെ ഭാരതത്തിലെ പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലല്ല, മറിച്ച് ഭാരതത്തെ ലോകത്തിന്റെ മുമ്പിൽ അത്ര ഗംഭീരമായിട്ട് അറിയിക്കാൻ ഏറ്റവും അധികം വിജയിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ചിത്രവും ഹെറിറ്റേജിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷനും ഈ വെബ്സൈറ്റിന്റെ വലത് സൈഡിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസർ ആയിരുന്ന കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് ശ്രീ ശങ്കര ഐ ക്ലിനിക്ക് നേത്രാലയം കോയമ്പത്തൂർ വെച്ച് കാണേണ്ടായി. അന്ന് അദ്ദേഹം ഒരു നിർദ്ദേശം പേഴ്സണലി ഒരു മുറിയിലിരുന്ന് എന്നോട് നൽകിയത് ഇതായിരുന്നു: മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, when I happened to go to Germany, many people were asking me, particularly doctors, asking me about the bone marrow transplantation explained in Samaveda. You should collect all the details and send it to me. You have prepared documents in Aryabhatiya and many books you have written, and also about tin metallurgy, zinc metallurgy, brass, bronze, etc. You should document everything and send it to me എന്ന് ഡയറക്ട്ലി പേഴ്സണലി എന്നോട് പറയേണ്ടായി. നമ്മൾ അന്ന് എഴുതിയ എല്ലാ പുസ്തകങ്ങളും അദ്ദേഹത്തിന് രാഷ്ട്രപതി ഭവനിൽ ചെന്ന് കൊടുക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശം കൊണ്ട് ഇപ്പോ നമുക്ക് പൂർത്തീകരിക്കാൻ ഒരു ഉജ്ജ്വലമായിട്ടുള്ള വെബ്സൈറ്റ്, ഭാരതത്തിൽ എന്തെല്ലാം ഉണ്ട്, അത് ആർക്കെല്ലാം വാങ്ങിക്കണം, അത് ഭാരതത്തിലുള്ളവർക്ക് ലോകത്തിലേക്ക് എവിടേക്കെല്ലാം എക്സ്പോർട്ട് ചെയ്യണം. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന നിലവിളക്ക്, ആ നിലവിളക്ക് കേരളത്തിൽ ഒരു 250 രൂപ വരാൻ സാധ്യതയുള്ളത്, ഇന്ത്യൻ രൂപ 250 വരാൻ സാധ്യതയുള്ളത്. ഞാനൊരു 1.5 വർഷം മുമ്പ് കൊളംബോയിൽ ശ്രീലങ്കയിൽ ചെന്നപ്പോൾ അതേ വിളക്കിന് അവിടെ 800 ഇന്ത്യൻ രൂപയാണ്. ഇപ്പൊ ഏതാണ്ട് 3.5 ഇരട്ടിയാണ്. ഈ വിളക്കുകൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ ശ്രീലങ്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ ഇൻകം കിട്ടുക നമുക്ക്? നമ്മളുടെ ഈ വിളക്ക് അവിടെ മുഴുവൻ ഉപയോഗിക്കുകയും ചെയ്യും. ബുദ്ധിസ്റ്റ് കൾച്ചർ, തമിഴ് കൾച്ചർ നിറഞ്ഞിരിക്കുന്ന ശ്രീലങ്കയിലേക്ക് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പുതിയതായിട്ട് റിസർച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇതിവിടെ അവൈലബിൾ ആണെന്ന് അറിയിച്ചാൽ, ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ലോകമെമ്പാടും എത്തിക്കാൻ സാധിക്കും. ഇങ്ങനെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സന്ദേശം വലത് സൈഡിലും ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദേശം ഇടത് സൈഡിലും വെച്ച് നടുക്ക് ഒരു ത്രിവർണ്ണ പതാക വെച്ച് കണക്ടിങ് ദ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എന്നൊരു ടൈറ്റിലും കൊടുത്ത് ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ പ്രോഡക്റ്റുകൾ അത് ഏതൊക്കെ വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ അത് ഞങ്ങൾ 100 ദിവസം കൊണ്ട് അതിന്റെ ഫൗണ്ടേഷൻ ഇട്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെ ഒരു പ്രോജക്റ്റിന് തുടക്കം കുറിക്കാനേ സാധിക്കുള്ളൂ. കാരണം അത്രയും അധികം പ്രോഡക്റ്റുകളും പ്രോസസ്സുകളും അറിവുകളും ഭാരതമെമ്പാടുമുണ്ട്. അതുകൊണ്ട് നിരന്തരം ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോ അതിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 1, 2, 3, 4 വരികൾ മാത്രം. തൃശ്ശൂര് നടവരമ്പ് എന്ന സ്ഥലത്ത് ഭാരതത്തിലെ ക്ഷേത്രവാദ്യങ്ങള്, ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന ആരാധനാ സാധനങ്ങൾ ബ്രാസിലും ബ്രോൺസിലും ഉണ്ടാക്കിയത് അവൈലബിൾ ആയിരിക്കും എന്ന ഒരു വരി, എന്നിട്ട് അവിടുത്തെ അഡ്രസ്സ്, 1, 2, 3 അഡ്രസ്സുകൾ, പിന്നെ ഇൻഫർമേഷൻ, അങ്ങനെ 3, 4 വരിയിൽ നമ്മുടെ പൈതൃകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ കൊടുത്ത് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നവർക്ക് പരമാവധി പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ നമ്മുടെ ഹെറിറ്റേജ് പ്രായോഗിക തലത്തിൽ എങ്ങനെ ജനങ്ങൾക്ക് ഉപയോഗിക്കാം, ലോകമെമ്പാടുമുള്ളവർക്ക് എന്നുള്ളതിനെ കുറിച്ചുള്ള വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അത് DST സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും എന്നറിയിച്ചു. അതുപോലെ തന്നെ അത് തീരുമാനമെടുത്ത ഉടനെ www.heritageproducts.in എന്ന ഡൊമെയിൻ നമ്മൾ വാങ്ങിക്കുകയും ചെയ്തു. അതിന്റെ ടൈറ്റിലും ബാക്കി കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അത് ചെയ്തു. ഇനി നല്ല കൊട്ടേഷൻസും ബാക്കിയുള്ളതും നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. കുറേ വ്യക്തികളുമായിട്ട് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടു. നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് ഞാൻ നിങ്ങളെ സസന്തോഷം അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.